തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി ഉണ്ടാകുന്നത് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ്. കളക്ടർക്ക് ഇമെയിലായിട്ടാണ് സന്ദേശം എത്തുകയും ചെയ്തത്. തുടർന്ന് ബോംബ് സ്ക്വാഡ് എത്തി, അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംഘങ്ങൾ പോലീസ് എത്തി പരിശോധന നടത്തുന്നതിനിടയ്ക്കാണ് 3 മണിയോടുകൂടി ഇത്തരത്തിൽ കടന്തൽക്കൂട് ഇളകുകയും, അതായത് കാട്ടുതേനീച്ചക്കൂടാണ് ഇളകിയത്. കാട്ടുതേനീച്ചക്കൂട് ഇളകി വീഴുകയും തുടർന്ന് കളക്ടറേറ്റ് ജീവനക്കാർക്കടക്കം കുത്തേൽക്കുകയും ചെയ്തു. എന്തായാലും 79ഓളം പേരാണ് ഇപ്പോൾ തിരുവനന്തപുരം പേരൂർക്കട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 5 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. കളക്ടർമാർ, സബ് കളക്ടർ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് കടന്നൽ മൊത്തം ഇളകി വന്ന് ഞങ്ങൾ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിലെ കടന്നൽ കൂടാണ് ഇളകിയത്. അതെ, ബിൽഡിങ്ങിൽ എവിടെ നിന്നും അറിയില്ല. ബിൽഡിങ്ങിൽ നിലവിൽ 2-3 കടന്നൽ കൂടുകളുണ്ട്. അത് ഏതാ ഇളകിയെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ചുണ്ടിലെ പരിക്ക് ഇപ്പം കടന്നൽ കുത്തിയതാണ്. ഈ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ബോംബ് സ്ക്വാഡ് വന്നു. പിന്നെ കാണുന്നത് ഈ തേനീച്ച കൂടുകൂടെ ഇളകി വന്ന് എല്ലാവരും കുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും 4 ഭാഗത്തും ചിതറി ഓടി. കുറച്ച് പേര് മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട്. ചെറിയ കാഷ്വാലിറ്റിയൊക്കെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? എനിക്ക് ഇവിടെ ഇത്ര ഒരു മരവിപ്പം ഉണ്ടെന്നേ ഉള്ളൂ. കുത്തിയുണ്ട്, ഒരു 10-12 കുത്ത് കിട്ടിയിട്ടുണ്ട്. അത്ര ഈ തേനീച്ചക്കൂട് അവിടെ നിരന്തരമായി അവിടെ ഉണ്ട്. പക്ഷെ പ്രശ്നം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് പ്രശ്നം. പരിശോധനയ്ക്കിടയ്ക്ക് ഇളകി വീണതാവാം. പരിശോധനയ്ക്കിടയ്ക്ക് ആവാം, അത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. 79ഓളം പേർ ഇപ്പോഴും ഇവിടുത്തെ ജനറൽ ആശുപത്രിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഗുരുതരമായ അവസ്ഥയിലുള്ളവർ തുടരുന്നവരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.